ചില വീടുകളിൽ എപ്പോഴും നല്ലൊരു സന്തോഷാത്മകമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ലെ. ചിരി, തമാശകള്, ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ വീട് ചുറ്റിനും അല്ലെ. പക്ഷെ വേറെ ചില വീട്ടിലാണെങ്കിൽ എപ്പോഴും ആ ഒരു വിഷമം, വഴക്ക്, കുറ്റപ്പെടുത്തലുകൾ ഒക്കെ നിറഞ്ഞ വീടായിരിക്കും ചില വീടുകൾ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ രണ്ട് കപ്പിൾ ഒരേ സിനാരിയോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പം രണ്ട് വീടുകളാണ്. ഒരു ടേബിളിൽ ഒരു ഗ്ലാസ് പാല് വെച്ചേക്കുന്നു, ഒരു ചില്ല് ഗ്ലാസ്സിൽ പാല് വെച്ചേക്കുന്നു. വൈഫ് ഇങ്ങനെ അറിയാതെ അവിടെ വെച്ചതാണ്. ഹസ്ബൻഡ് നടന്നു പോയപ്പോഴത്തേക്കും ഹസ്ബൻഡ് കൈ തട്ടി ആ പാല് താഴെ വീണു. അപ്പം ഫസ്റ്റ് വീട്ടില് സിനാരിയോ, സെയിം സിനാരിയോ രണ്ട് വീടുകളിൽ സംഭവിക്കുകയാണ്. ആദ്യത്തെ വീട് ആദ്യത്തെ വീടിനകത്ത് ഹസ്ബൻഡിന്റെ കൈ തട്ടിയ പാല് താഴെ വീണപ്പം പെട്ടെന്ന് ഹസ്ബൻഡ് അയ്യോ പാല് താഴെ വീടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. വൈഫ് ഓടി വന്നു. എന്നിട്ട് വൈഫ് പറഞ്ഞു അയ്യോ സോറി ഞാൻ അറിയാതെ ശ്രദ്ധയില്ലാതെ ഗ്ലാസ് അറ്റത്ത് വെച്ചാണ്, സോറി എന്ന് പറഞ്ഞ് വൈഫ് കുറേ സോറി പറഞ്ഞു. ഹസ്ബൻഡ് സാരമില്ല, ഞാനത് ഓർക്കാതെ എൻ്റെ കൈ തട്ടി വീണതാണ്, ഞാനും ശ്രദ്ധിക്കാതെ നടന്നു പോയത്, ഇറ്റ്സ് ഓക്കെ, സോറി. ഹസ്ബൻഡും തിരിച്ച് അങ്ങോട്ടും സോറി പറയുന്നു. ഞാൻ ശ്രദ്ധിക്കാതെ നടന്നിട്ടാണ് താഴെ വീണത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയാണ്. അപ്പം അവിടെ കുറ്റപ്പെടുത്തലുകളില്ല, അവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അത് പാല് ക്ലീൻ ചെയ്യാണ്. അത് ആദ്യത്തെ വീട്. ഇനി രണ്ടാമത്തെ വീട്ടിൽ ഈ സെയിം സിറ്റുവേഷൻ സംഭവിക്കുകയാണ്. പാൽ ഗ്ലാസ് ഹസ്ബൻഡിന്റെ കൈ തട്ടി താഴെ വീഴുന്നു. വൈഫ് ഓടി വരുന്നു ദേഷ്യപ്പെട്ടിട്ട്, അയ്യോ ഞാൻ എന്ത് രാവിലെ തൊട്ട് പണിയെല്ലാം ചെയ്തിട്ട് അത് അവിടെ വെച്ചത്, നിങ്ങൾ അത് താഴെ ഇട്ടോ, ഇനി ഇതിപ്പോ ഞാൻ ക്ലീൻ ചെയ്യണ്ടേ, എന്തൊരു ശല്യവാ എന്ന് വൈഫ് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് തിരിച്ചങ്ങോട്ട്, നീ ഇവിടെ ശ്രദ്ധയില്ലാതെ കൊണ്ട് വെച്ചിട്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇത് താഴെ ഇടുമായിരുന്നോ എന്ന് തിരിച്ച് ഹസ്ബൻഡ് അങ്ങോട്ട്. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കുറ്റം പറയാണ്. വൈഫ് ഹസ്ബൻഡ് ശ്രദ്ധയില്ലാതെ നടന്നിട്ടല്ലേ എന്ന് പറഞ്ഞ് വൈഫ് കുറ്റം പറയുന്നു. ഹസ്ബൻഡ് തിരിച്ച് അങ്ങോട്ട്, നീ ശ്രദ്ധയില്ലാതെ കൊണ്ട് വെച്ചിട്ടല്ലേ എന്ന് ഹസ്ബൻഡ് തിരിച്ച് അങ്ങോട്ട് കുറ്റം പറയുന്നു. അപ്പം അവിടെ എപ്പോഴും കുറ്റം പറച്ചില്, പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകൾ അവിടെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഫസ്റ്റ് വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? അവര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. രണ്ടുപേരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു, സോറി പറയാൻ തയ്യാറാവുന്നു. അപ്പം നമ്മൾ എന്താണ് ചെയ്തത് അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക, ഒന്ന് വിട്ടുകൊടുക്കാനും സോറി പറയാനും തയ്യാറാവുമ്പം ആ വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറുകയാണ്. നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്ത് ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് വെക്കുമ്പോൾ ആ വീട്ടിലെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ ഏത് അറ്റ്മോസ്ഫിയറാണ് നിങ്ങളുടെ വീടിന് വേണ്ടത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം.